നമസ്കാരം. സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും ഒക്കെ വാങ്ങുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, സംസ്ഥാനത്ത് ഇപ്പോൾ പെൻഷൻ വിതരണം രണ്ട് രീതിയിലാണ് നടക്കുന്നത്. അതായത് കൈകളിൽ നേരിട്ട് വീടുകളിലെത്തി സംസ്ഥാനത്തെ സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ വിതരണം ചെയ്യുന്ന ഒരു രീതിയും, അതോടൊപ്പം തന്നെ ഇനിയും സംസ്ഥാന സർക്കാർ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക്, ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ഈ ഒരു 1600 രൂപ പെൻഷൻ നിക്ഷേപിക്കുന്ന ഒരു രീതിയുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കൊക്കെ 1600 രൂപ കൃത്യമായി തന്നെ പലപ്പോഴും അവരുടെ വീടുകളിലേക്ക് ലഭിക്കാറുണ്ട്. എന്നാൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് പലർക്കും പലപ്പോഴും ഈ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സംസ്ഥാന സർക്കാർ പെൻഷൻ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിൽ ആ ഒരു തുകയിൽ പലപ്പോഴും കുറവുകൾ വരുന്നതായി നമ്മളുടെ വീഡിയോയുടെ താഴെ പലപ്പോഴും കമൻറ്റുകൾ കാണുന്നുണ്ട്. ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സീറോ ബാലൻസ് അക്കൗണ്ടുകൾ വഴിയാണ് പെൻഷൻ സ്വീകരിക്കുന്നതെങ്കിൽ ഈ ഒരു അക്കൗണ്ടുകൾ വഴി നടത്താവുന്ന പരമാവധി ഇടപാടുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അക്കൗണ്ടുകളിലേക്ക് തുക പിന്നീട് വന്നു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഈ ഒരു തുകയിൽ നിന്നും അതിൻ്റെ ഒരു ചെറിയ ശതമാനം ബാങ്കുകൾ ഈടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മളുടെ തുകയിൽ, അല്ലെങ്കിൽ പെൻഷൻ തുകയിലായാലും അല്ലെങ്കിൽ മറ്റേത് തുക നിക്ഷേപിച്ചു കഴിഞ്ഞാലും ഇതിൽ കുറവുകൾ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സീറോ ബാലൻസ് അക്കൗണ്ടുകൾ വഴി ഒരുപാട് ഇടപാടുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു അക്കൗണ്ട് സേവിംഗ് ബാങ്ക് അക്കൗണ്ടായി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ ഒരു പെൻഷൻ തുകയോ മറ്റു തുകകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൽ കുറവുകൾ സംഭവിക്കുകയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്